അധ്യായം 63 സൂറത്തുൽ മുനാഫിഖൂൻ. മദീനയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 11. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. നബിയെ, താങ്കളുടെ അടുത്ത് കപടവിശ്വാസികൾ വരുമ്പോൾ തീർച്ചയായും താങ്കൾ അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്നവർ പറയും. താങ്കൾ അല്ലാഹുവിന്റെ റസൂൽ തന്നെയെന്ന് അല്ലാഹുവിനറിയാം. കപടവിശ്വാസികൾ കള്ളം പറയുന്നവർ തന്നെയാണെന്ന് അല്ലാഹു സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത്തഖദൂ അയ്മാനഹും ജുന്നതൻ ഫസദ്ദൂ അൻ സബീലില്ലാഹ് ഇന്നഹും സാഅ മാ കാനൂ യഅമലൂൻ. അവർ തങ്ങളുടെ സത്യങ്ങളെ ഒരു മറയാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്നവർ ജനങ്ങളെ തടയുന്നു. തീർച്ചയായും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ചീത്ത തന്നെ. ذلك بأنهم آمنوا ثم كفروا فطبع على قلوبهم فهم لا يفقهون. അത് അവർ നാവുകൊണ്ട് മാത്രം വിശ്വസിക്കുകയും ഹൃദയം കൊണ്ട് നിഷേധിക്കുകയും ചെയ്തതുകൊണ്ടാണ്. അതിനാൽ അവരുടെ ഹൃദയങ്ങൾ മുദ്രവെക്കപ്പെട്ടിരിക്കുന്നു. തന്നിമിത്തം അവർ സത്യം ഗ്രഹിക്കുന്നില്ല. وَإِذَا رَأَيْتَهُمْ تُعْجِبُكَ أَجْسَامُهُمْ وَإِنْ يَقُولُوا تَسْمَعْ لِقَوْلِهِمْ كَأَنَّهُمْ خُشُبٌ مُّسَنَّدَةٌ يَحْسَبُونَ كُلَّ صَيْحَةٍ عَلَيْهِمْ هُمُ الْعَدُوُّ فَاحْذَرْهُمْ قَاتَلَهُمُ اللَّهُ أَنَّى يُؤْفَكُونَ. അവരെ നിങ്ങൾ കണ്ടാൽ അവരുടെ ശരീരങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. സംസാരിക്കുകയാണെങ്കിൽ അവർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യും. ചാരിവെക്കപ്പെട്ട മരത്തടികൾ എന്നോണമാണവർ. എല്ലാ ശബ്ദവും തങ്ങൾക്കെതിരാണെന്നവർ വിചാരിക്കും. അവർ ശത്രുക്കളാണ്. അതിനാൽ അവരെ സൂക്ഷിച്ചുകൊള്ളുക. അല്ലാഹു അവരെ ശപിക്കട്ടെ. എങ്ങനെയാണവർ സത്യത്തിൽ നിന്നും തെറ്റിക്കപ്പെടുന്നത്. وَإِذَا قِيلَ لَهُمْ تَعَالَوْا يَسْتَغْفِرْ لَكُمْ رَسُولُ اللَّهِ لَوَّوْا رُءُوسَهُمْ وَرَأَيْتَهُمْ يَصُدُّونَ وَهُمْ مُسْتَكْبِرُونَ. വരൂ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് പാപമോചനത്തിന് വേണ്ടി തേടുമെന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ തങ്ങളുടെ തലകളെ തിരിച്ചുകളയും. അഹന്ത നടിച്ചും കൊണ്ടവർ തിരിഞ്ഞു പോകുന്നതായി താങ്കൾ കാണുകയും ചെയ്യും. سواء عليهم أستغفرت لهم أم لم تستغفر لهم لن يغفر الله لهم إن الله لا يهدي القوم الفاسقين. താങ്കൾ അവർക്ക് പാപമോചനത്തിനായി തേടുന്നതും തേടാതിരിക്കുന്നതും അവരെ സംബന്ധിച്ചിടത്തോളം തുല്യമാണ്. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നതേയല്ല. ധിക്കാരികളായ ജനതയെ അല്ലാഹു നേർമാർഗത്തിലാക്കുകയില്ല തന്നെ. هم الذين يقولون لا تنفقوا على من عند رسول الله حتى ينفضوا ولله خزائن السماوات والأرض ولكن المنافقين لا يفقهون. അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പമുള്ളവർക്ക് നിങ്ങൾ ഒന്നും ചെലവഴിക്കരുത്, അവർ ഒഴിഞ്ഞു പോകുന്നതുവരെ എന്ന് പറയുന്നവരാണവർ. ആകാശഭൂമികളുടെ ഖജനാവുകൾ അല്ലാഹുവിനുള്ളതാണ്. പക്ഷേ കപടവിശ്വാസികൾ അത് മനസ്സിലാക്കുന്നില്ല. يقولون لئن رجعنا إلى المدينة ليخرجن الأعز منها الأذل
وَلِلَّهِ الْعِزَّةُ وَلِرَسُولِهِ وَلِلْمُؤْمِنِينَ وَلَكِنَّ الْمُنَافِقِينَ لَا يَعْلَمُونَ. നാം മദീനയിലേക്ക് മടങ്ങിച്ചെന്നാൽ കൂടുതൽ അന്തസ്സുള്ളവർ ഏറ്റവും താഴ്ന്നവരെ അവിടെ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും എന്നവർ പറയുന്നു. അന്തസ് അല്ലാഹുവിനും റസൂലിനും സത്യവിശ്വാസികൾക്കും മാത്രമാണ്. പക്ഷേ കപടവിശ്വാസികൾ അതറിയുന്നില്ല. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. സത്യവിശ്വാസികളെ, നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അവർ തന്നെയാണ് നഷ്ടപ്പെട്ടവർ. وَأَنفِقُوا مِمَّا رَزَقْنَاكُم مِّن قَبْلِ أَن يَأْتِيَ أَحَدَكُمُ الْمَوْتُ فَيَقُولَ رَبِّ لَوْلَا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. നിങ്ങളിൽ ഓരോരുത്തനും മരണം വന്നെത്തുകയും അപ്പോൾ എന്റെ റബ്ബേ, അടുത്ത ഒരവധി വരെ എന്നെ പിന്തിച്ചുകൂടെ, എങ്കിൽ ഞാൻ ദാനം ചെയ്യുകയും സദ്വൃത്തന്മാരുടെ കൂട്ടത്തിലായി തീരുകയും ചെയ്യുമായിരുന്നല്ലോ എന്നവർ പറയുകയും ചെയ്യുന്നതിനു മുമ്പ് وَلَن يُؤَخِّرَ اللَّهُ نَفْسًا إِذَا جَاءَ أَجَلُهَا وَاللَّهُ خَبِيرٌ بِمَا تَعْمَلُونَ. ഒരാളെയും അവന്റെ അവധി എത്തിയാൽ അള്ളാഹു പിന്തിക്കുകയില്ല. നിങ്ങളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്.